മ്യൂൾ അക്കൗണ്ടുകൾ എന്ന് കേട്ടിട്ടുണ്ടോ? കേരളത്തിൽ എന്നാൽ ഇത്തരത്തിൽ ഐഡന്റിഫൈ ചെയ്യപ്പെടുന്ന മ്യൂൾ അക്കൗണ്ടുകൾ സജീവമാണ്. തൊഴിൽ രഹിതർ, വിദ്യാർത്ഥികൾ എന്നിവരെ കേന്ദ്രീകരിച്ച് ഒരു വലിയ റാക്കറ്റ് തന്നെ ഇതിന് പിന്നിലുണ്ട്. സംഭവം ഇത്രയേ ഉള്ളൂ. തൊഴിൽ രഹിതരെയും വിദ്യാർത്ഥികളെയൊക്കെ കണ്ടുപിടിച്ച് അവർക്ക് ഇത്ര രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ വരുന്നതിന് ഇത്ര രൂപ കമ്മീഷൻ എന്ന വ്യവസ്ഥയിൽ ഒരു വ്യവസ്ഥ ഉണ്ടാക്കും. ഇതനുസരിച്ച് ഒരു അക്കൗണ്ട് എടുപ്പിച്ച് ആ അക്കൗണ്ടിന്റെ പാസ്വേഡ്, നെറ്റ് ബാങ്കിങ് ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഈ റാക്കറ്റ് കൈവശപ്പെടുത്തും. ഇതിനുശേഷം ആ അക്കൗണ്ട് ഉപയോഗിച്ച് ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് രൂപയുടെ ട്രാൻസാക്ഷൻസ് നടത്തും. ഓരോ ലക്ഷം വരുന്നതിനും ഇത്ര രൂപയായിരിക്കും ആ അക്കൗണ്ട് ഹോൾഡർക്ക് കമ്മീഷനായി കൊടുക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞൊരു സുപ്രഭാതത്തിൽ ഈ അക്കൗണ്ടിലെ ട്രാൻസാക്ഷൻ എല്ലാം നിന്ന് ഈ അക്കൗണ്ട് കാലിയാക്കി അക്കൗണ്ട് ഹോൾഡർക്ക് തിരിച്ചു നൽകും. അക്കൗണ്ട് ഹോൾഡർ നോക്കുമ്പോൾ ഒരു 10 ലക്ഷം രൂപ വന്നിട്ടുണ്ടെങ്കിൽ അതിന് ന്യായമായ കമ്മീഷൻ കിട്ടി, സന്തോഷം. എന്നാൽ പ്രശ്നം ഇവിടെ കൊണ്ട് തീരുന്നില്ല. വന്ന പൈസ മുഴുവൻ ഏതെങ്കിലും ഒരു സൈബർ സ്കാമിന്റെ ഭാഗമായി വന്നതാകും. ഇതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നായി പോലീസ് സ്റ്റേഷനിൽ നിന്ന് നോട്ടീസ് വരികയും അക്കൗണ്ട് ഫ്രീസ് ചെയ്യുകയും ഉൾപ്പെടുന്ന കാര്യങ്ങൾ സംഭവിക്കും. കമ്മീഷൻ മേടിച്ച അക്കൗണ്ട് ഹോൾഡറാണ് ആ അക്കൗണ്ടിൽ വന്ന മുഴുവൻ തുകയുടെയും ഉത്തരവാദിയായി മാറുക. അതുകൊണ്ട് ഇനിയെങ്കിലും അക്കൗണ്ട്, അതായത് ബാങ്ക് അക്കൗണ്ടുകൾ വാടകയ്ക്ക് കൊടുക്കുന്ന പരിപാടി അവസാനിപ്പിക്കേണ്ടതാണ്.